ും ഒരുമിച്ച് ചേർന്ന് വരുവാൻ പല സ്ഥലങ്ങളിലായിരിക്കും. നമുക്ക് ദൈവമായ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനത്തിന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ 7-ാം അധ്യായത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 7-ാം അധ്യായം 1 മുതൽ അതിന്റെ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രദ്ധിപ്പാനായിട്ട് ഇടയായത്. അതിൽ കൂടെ അല്പകാര്യങ്ങൾ കൂടെ വീണ്ടും ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഭർത്താവുള്ള സ്ത്രീ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചാൽ അപ്പോൾ ഇവിടെ ഭർത്താവ് എന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ ആരാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരുമാണ്. എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോട് ചേരുവാനായിട്ടാണ് നാം മരിക്കുവാനായിട്ട് ഇടയായത്. മരിച്ചു ഉയർത്തെഴുന്നേറ്റത് അതെനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അത് ആളുകളെ അറിയിക്കുവാൻ വേണ്ടി സ്നാനപ്പെടുവാനായിട്ട് ഇടയായത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹങ്ങളെല്ലാം നാം കാണിക്കുന്നത് മറ്റുള്ളവരെ വിളിച്ച് ചേർത്തിട്ടാണ് വിവാഹം നാം ഉഭയസമ്മതം ചെയ്യുന്നതും. വിവാഹത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഉഭയസമ്മതമാണ്. ആ സമയത്ത് പുറത്തു നിൽക്കുന്ന ആൾക്കാർ വരെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകും. കാരണം ആ ഉഭയസമ്മത ശുശ്രൂഷയ്ക്ക് സാക്ഷിയാകേണ്ടതിന്. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ഓരോരുത്തരും എന്ന് പറയുമ്പോൾ അതും ഒരു പബ്ലിക് അനൗൺസ്മെന്റ് ആണ്. ക്രിസ്തുവിനോട് ചേരുവാൻ ന്യായപ്രമാണത്തിൽ നിന്നും നാം ഒഴിവുള്ളവരായി, പക്ഷേ ക്രിസ്തുവിന് വിധേയപ്പെടുവാനായിട്ട് ഇടയായി. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായി, പക്ഷെ വീണ്ടും അടുത്ത ഒരു നിയമം നമ്മുടെ ജീവിതത്തിലേക്ക് തരികയാണ്. അത് കർത്തൃത്വ നിയമമാണ്, അല്ലെങ്കിൽ കർത്തൃ ന്യായപ്രമാണത്തിലാണ് നാം വിധേയപ്പെടുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നാം പറയും, അല്ലെ? പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചത് മാത്രമാണോ? സ്വാതന്ത്ര്യം ലഭിച്ച് നമുക്കെല്ലാം സ്വാതന്ത്ര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇല്ല. അതും ഒരു നിയമത്തിൻ കീഴിലേക്കാണ് നമ്മെ വീണ്ടും കൊണ്ടുവരുവാനായിട്ട് ഇടയായത്. മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചതായ ആ സമയത്തുള്ള നിയമസംഹിത മാറ്റി ഇന്ത്യക്ക് അപ്പോൾ അതുപോലെ തന്നെയാണ് കർത്തൃ ന്യായപ്രമാണത്തിൻ കീഴിൽ നമ്മളെ കൊണ്ടുവരുവാൻ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൃപ നമ്മോട് കാണിപ്പാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് കയ്യിൽ അക്ഷരമായി എഴുതി തന്ന ആ പ്രമാണത്തിലല്ല, പിന്നെ ആത്മാവിൽ. അത് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മളെ മനസ്സിലാക്കുന്നു. 2 കൊരിന്ത്യർ 3:3. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. അപ്പോ മുൻപ് ന്യായപ്രമാണം നമുക്ക് തന്നത് കൽപ്പലകകളിൽ കൈയക്ഷരമായി എഴുതിയിരുന്നാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് പൗലോസ് പറയുകയാണ് അത് അക്ഷരത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിലാണ്. 2 കൊരിന്ത്യർ 3:6 വാക്യത്തിൽ പറയുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷക്കാരത്രേ. ആമേൻ. അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷ. അപ്പൊ അക്ഷരം എന്താ ചെയ്യുന്നത്? കൊല്ലുകയാണ്. ആത്മാവോ നമ്മെ ജീവിപ്പിക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം കട്ടി കൂടുതലാണ്. ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന് എങ്ങനെയാ കട്ടി കൂടുന്നത്? ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന് കട്ടി കൂടുതലാണ്. കാരണം ന്യായപ്രമാണത്തിൽ കൊന്നാലേ പ്രശ്നമാകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയ നിയമം ഇപ്പോൾ എന്ത് പറ്റി? ചിന്തിച്ചാലേ പ്രശ്നമാണ്. കൊല്ലണമെന്ന് ചിന്തിച്ചാലേ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ തന്നു? വചനം പുതുക്കി നൽകി, ജീവൻ പുതുക്കി നൽകി, ആത്മാവിനെ പുതുക്കി നൽകി. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ന്യായപ്രമാണം എന്നുള്ളത് ഒരു കണ്ണാടി പോലെയാണ് എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കുറ്റം പറയാനേ അറിയൂ, പരിഹരിപ്പാൻ ന്യായപ്രമാണത്തിന് സാധ്യമല്ലായിരുന്നു. അപ്പോ അവിടെ നമുക്ക് കാണുകയാണ് കുറ്റം പറയൂ. അതായത് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് നമ്മുടെ രക്തം കൊണ്ട് നാം ലാബിൽ ചെല്ലുമ്പോൾ ലബോറട്ടറിയിൽ നഴ്സ് രക്തം കുത്തിയെടുക്കും. അത് കഴിഞ്ഞ് ലാബ് ടെക്നീഷ്യൻ അത് പരിശോധിക്കും. അതിന്റെ കുറവുകളും പോരായ്മകളെല്ലാം
ആ ബ്ലഡിലുള്ള കുറവുകളും പോരായ്മകളും എല്ലാം അത് എഴുതി പ്രിന്റ് ചെയ്തു നമുക്ക് അടിച്ചു നൽകുവാനായിട്ട് ഇടയാകും. പക്ഷേ അവിടെയുള്ള ആ നേഴ്സ് അല്ല കാര്യങ്ങളെ പറയണം, അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തി ജീവിതങ്ങളല്ല കാര്യങ്ങളെ പറയുന്നത്. ഇതുമായിട്ട് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് അതിന്റെ പരിഹാരം വരുന്നത്. അതുപോലെ തന്നെയാണ് ന്യായപ്രമാണം എന്നുള്ളത് പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്നുള്ളത് ഈ അപ്പോസ്തലനായ പൗലോസ് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൂടാണ്ട് അവിടെ പറയുന്നുണ്ട്, റോമാലേഖനം 7:7 പറയുന്നത്, ആകയാൽ നാം എന്തു പറയണ്ടു, ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്. അപ്പൊ ന്യായപ്രമാണത്തെ അങ്ങനെ അടച്ചാക്ഷേപിക്കുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ പൗലോസ് വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ ആ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. അപ്പൊ ന്യായപ്രമാണം നമുക്കൊരു കണ്ണാടി പോലെയാണ്. മറ്റുള്ളവർ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എന്നെ തന്നെ എന്റെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് എന്റെ മുഖത്തുള്ള കുറവുകളും പോരായ്മകളും എനിക്ക് തന്നെ ബോധ്യമാകുവാനായിട്ട് ഇടയാകുന്നത്. അതുപോലെ ന്യായപ്രമാണം ഒരു കണ്ണാടി. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. എന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ, അതായത് സിഗരറ്റ് കമ്പനിയിൽ സിഗരറ്റ് പാക്കറ്റ്സിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതിന്റെ ചരിത്രം പറയുന്നത് അത് എഴുതിയ സമയത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലേഖനം വേണമെന്ന് പറഞ്ഞ് അത് പ്രിന്റ് ചെയ്ത സമയത്താണ് അതിന്റെ ഉപയോഗം 10 മടങ്ങ് കൂടുവാനായിട്ടിടയായത് എന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യമാണ്. അതുകൊണ്ട് ആമേൻ, ഇങ്ങനെ ഒരു ബോധ്യം വരുമ്പോൾ ജനത്തിന്റെ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുന്നു? പാപം ചെയ്യാനുള്ള പ്രവണത കൂടി വരികയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നമ്മെ പഠിപ്പിക്കുന്നത് കൃപയാൽ, കൃപ എന്ന് പറയുവാൻ തക്കണം നമ്മെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് 8-ാം വാക്യത്തിൽ 7:8 പറയുന്നു, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയായി എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു, ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. അപ്പോൾ പാപം ഉടലെടുക്കുവാൻ കാരണം ന്യായപ്രമാണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യം അല്ലെങ്കിൽ എഴുതി വെച്ചത് കൊണ്ട് അത് ചെയ്യാനായിട്ട് ആളുകളുടെ ഹൃദയത്തിലേക്ക് പ്രവണത കൂടി വരുവാനായിട്ടിടയായി. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാവുന്നു. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ പാപം ഇല്ലായിരുന്നു. എന്നാൽ ന്യായപ്രമാണം വന്നപ്പോൾ അത് പാപത്തെ ജനിപ്പിക്കുവാനായിട്ടിടയായി. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിപ്പിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. എങ്ങനെയാണ് മരണഹേതുവായി തീർന്നത്? പാപം നമ്മളിലേക്ക് കടക്കുവാനിടയായപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമായി. ആ മരണം നമ്മിലേക്ക് വരുവാൻ കാരണമായി തീർന്നു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പോ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തെ അതുപോലെ അങ്ങ് തള്ളിക്കളയുന്നില്ല. ന്യായപ്രമാണത്തെ കുറിച്ച് പറയുകയാണ് അത് വിശുദ്ധമാണ്, കാരണം അത് ദൈവം നൽകിയതാണ്. കൽപ്പന വിശുദ്ധവും ന്യായവുമാണ്. കാര്യങ്ങളെ പറയേണ്ടതിന് അത് തക്ക സമയത്ത് കൊടുത്തതാകൊണ്ട് അത് നല്ലതുമാണ് എന്ന് ഓർപ്പിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 7-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ എന്ന വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ അതിൽ നമുക്ക് കാണുകയാണ്. 7-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, അത് റിവീൽ ചെയ്യുകയാണ്. സിന്നിനെ റിവീൽ ചെയ്യും, പാപത്തെ ഒന്നുകൂടി പ്രദർശിപ്പിക്കുകയാണ്. ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നു. റോമാലേഖനം 3:20 വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ആമേൻ. അപ്പോ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം, അതായത് ന്യായപ്രമാണത്താൽ പാപമാണെന്നുള്ള പരിജ്ഞാനമാണ് നമുക്ക് വരുന്നത്. കൽപ്പനകൾ 10 കൽപ്പനകൾ തന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും മാത്രം അറിയാവുന്ന തെറ്റ്, ഓരോരുത്തർക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന തെറ്റാണ് അവസാനത്തെ 10-ാമത്തെ കൽപ്പന. മറ്റാർക്കും അത് അറിയുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ചെയ്യുന്ന വ്യക്തിക്കും
ദൈവത്തിന് മാത്രമേ അറിയുവാനായിട്ട് കഴിയുള്ളൂ. അതാണ് 10ാമത്തെ കൽപ്പന. ോസിന്റെ സുവിശേഷം 10ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ് ഒരുവൻ വന്ന് ചോദിക്കുന്നത്, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോ കർത്താവ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ ചെയ്തു വരുന്ന കാര്യമാണ് അല്ലേ. അപ്പോഴാണ് അവനോട് പറയുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. എന്തു മനസ്സിലായി അതിൽ നിന്ന്? എന്തുകൊണ്ടാണ് അവൻ മാറിപ്പോകുവാനായിട്ട് ഇടയായത്? അവൻ ധനവാനായതുകൊണ്ടാണ്. പക്ഷേ വേദവചനത്തിലെ ഒരു സ്പെഷ്യൽ വാക്കുണ്ട് അതിന്. അവൻ വളരെ ധനവാനായതുകൊണ്ട് അവൻ പോയി. പക്ഷെ ആ ധനവാൻ എന്നുള്ള ഇതില് ഒരു പ്രത്യേക ഒരു വാക്ക്, ദ്രവ്യാഗ്രഹം, അത് അവന്റെ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ നേടിയതൊന്നും അവന് വിട്ടുകളയുവാൻ മനസ്സില്ലാതെ ഇരുന്നു. അതാണ് അവൻ വിട്ടുപോകുവാനായിട്ട് ഇടയായത്. ന്യായപ്രമാണത്തിന്റെ ആ മിനിസ്ട്രി അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 7-ന്റെ 8-9 വാക്യത്തിൽ ന്യായപ്രമാണത്തെ ജനിപ്പിക്കുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ന്റെ 56 വാക്യം. 1 കൊരിന്ത്യർ 15-ന്റെ 56 വാക്യം. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അതായത് ഇരിക്കരുത്, തുടരുത്, അതായത് ഓരോ കാര്യങ്ങളിലും അതിന്റെ വയലേറ്റിംഗ്, ടു റിബൽ അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് ബ്രേക്ക് ഇറ്റ്, അതാണ്. പക്ഷെ ജഡത്തിന്റെ ശിക്ഷ, ചിന്തയെന്ന് പറയുന്നത് പിശാച് കൊണ്ടുവരുന്നതാണ്. റോമർ 8-ന്റെ 7 വാക്യത്തിൽ പറയുന്നുണ്ട്. റോമർ 8-ന്റെ 7, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ മോഹങ്ങളെ ജനിപ്പിച്ച് അത്യന്തം പാപമാക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ന്യായപ്രമാണത്തിൽ കൂടെ നമുക്ക് പാപം ജനിപ്പിക്കുവാനായിട്ട് ഇടയാകുന്നു. അതുകൊണ്ട് വാട്ട് ഈസ് എ സിൻ? അതായത് ലംഘനമെങ്കിൽ ഒരു പ്രമാണം വേണം. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനമില്ല. അപ്പൊ ന്യായപ്രമാണം മോഹത്തെ ജനിപ്പിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി. ഇന്ന് സഭകളിൽ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്താണെന്നറിയാമോ? സ്ഥാനമോഹം. സ്ഥാനമോഹം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, വലിയവർക്ക് മാത്രമല്ല, തങ്ങളുടെ മക്കൾക്ക് കൂടെ അവസരങ്ങളെ ലഭിക്കാതിരിക്കുമ്പോൾ അത് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന അനേകരുണ്ട് അല്ലേ. അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്യാനായിട്ട് വെമ്പൽ കൊള്ളുക. അപ്പൊ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്യുന്ന ആരാ? പേര് ഞാൻ പറയുന്നില്ല, ഒരു മൃഗത്തിന്റെ പേരാ. നായയെ ആണ് അതിനോട് ഉപമിക്കുവാനായിട്ട് പറ്റുന്നത്. അപ്പോ ക്രിസ്തുവിന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യം. ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? മനസ്സിലായോ? 20 കൊലോസ്യ ലേഖനം 2-ന്റെ 20-21 വാക്യങ്ങളാണ് വായിക്കുവാനായിട്ട് ഇടയായത്. ഒന്നുകൂടി വായിക്കാതെ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ, ലോകത്തിന്റെ അവിടെ ഒന്ന് നിർത്തണേ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. മനസ്സിലായല്ലേ? ലോകത്തിന്റെ ആദ്യ പാഠം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു. എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ആമേൻ. ചട്ടങ്ങൾക്കല്ല, ക്രിസ്തുവിനാണ് കീഴ്പ്പെടേണ്ടത്. അവിടെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ത് എന്നുള്ളത്. അപ്പോ 7-ന്റെ 10-ഉം 11-ഉം വാക്യം പറയുകയാണ്. 7-ാം അധ്യായം 10-ഉം 11-ഉം വാക്യം.
ലഭിച്ചിരിക്കുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പോ അത് എനിക്ക് മരണഹേതുവായി ഭവിച്ചു. എനിക്ക് ജീവനായി ലഭിക്കേണ്ട കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു. കാരണം അതെന്നെ ചതിച്ചു, എന്നെ കൊന്നു. ജീവിപ്പിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രമാണമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന പ്രമാണം എന്ന് പറയുന്നത്. അപ്പോ ഈ ദിവസങ്ങളിൽ നാം നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള നേതാക്കളെയല്ല നാം ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അനുകരിക്കേണ്ടത് എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്പിരിച്വൽ ലീഡേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവരെ അനുകരിച്ച് ജീവിക്കുവാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ എന്തു പറ്റും? അവിടെ അവർ വിശ്വാസത്തിന്മേൽ കർത്തൃത്വം ചെയ്യുന്നവരായി അവർ മാറുവാനായിട്ട് ഇടയാകും. 1 തിമോത്തി 4:1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. 1 തിമോത്തി 4:1-2. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പൊ ആത്മാവ് തെളിവായി പറയുന്ന ഒരു കാര്യമാണ് ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. തിമോത്തിയോസിനെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് വ്യാജ ആത്മാവ് വ്യാജ ഉപദേശവുമായിട്ട് കടന്നു വരുവാൻ ഇടയാകും. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുവാനായിട്ട് ഇടയാകേണ്ടത്. അപ്പോ ഇറ്റ് റിവീൽസ് സിൻ, പാപത്തെ അറിയിച്ചു തരും. ഇറ്റ് എറോസസ് സിൻ, എന്നിൽ മോഹത്തെ ജനിപ്പിക്കുവാനായിട്ട് ഇടയാകും. ഇറ്റ് കിൽസ്, എന്നെ ചതിച്ചു കൊല്ലുവാനിടയാകും. ഇറ്റ് ഷോസ് ദ സിൻഫുൾനെസ് ഓഫ് സിൻ, പാപത്തെ അതിന്റെ അത്യന്തപരമായ അവസ്ഥ എനിക്ക് കാണണമെങ്കിൽ ന്യായപ്രമാണത്തിൽ കൂടെ എന്നെ കാണിച്ചു തരുവാനായിട്ട് ഇടയാകും. ന്യായപ്രമാണം ദൈവം തന്നതാണ്, അത് നല്ലതാണ് എന്ന് പറയുവാനിടയെ, അത് വിശുദ്ധമാണ്, ന്യായമാണ്. പിന്നെ എന്താ പ്രശ്നം എന്റെ നേച്ചറാണ്, അതായത് എന്റെ പ്രകൃതമാണ്. മൈ നേച്ചർ ഇസ് പാപപ്രകൃതം. എന്റെ പാപം പ്രകൃതവും ആത്മീക ന്യായപ്രമാണം തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നില്ല. എന്റെ പാപപ്രകൃതവും ന്യായപ്രമാണവും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുവാനായിട്ട് കഴിയുന്നില്ല. അത് ചേർന്ന് പോകണമെങ്കിൽ എനിക്കും ഒരു സിൻലെസ് നേച്ചർ, ആത്മീയ സ്വഭാവം കിട്ടിയെങ്കിൽ മാത്രമേ ഈ ന്യായപ്രമാണം ഞാനും കൂടി പൊരുത്തപ്പെട്ടു പോകുകയുള്ളൂ. നോക്കിക്കേ, എന്തുകൊണ്ട് ന്യായപ്രമാണം എനിക്ക് പാപഹേതുവായി തീർന്നു എന്നു. കാരണം ന്യായപ്രമാണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു അത് ന്യായമാണ്, അത് നല്ലതാണ്, അത് വിശുദ്ധമാണ്. പിന്നെ എന്താ പ്രശ്നം ന്യായപ്രമാണത്തിന് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരവും നാം കണ്ടെത്തണം. അതിന്റെ ഉത്തരമാണ് എന്റെ പ്രകൃതം. കാരണം എന്റെ പ്രകൃതം പാപപ്രകൃതമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ ന്യായപ്രമാണം വെച്ച് ആ പാപത്തിലേക്ക് ഞാൻ വീഴുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ സിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കും, അല്ലെ പാപമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകുന്നത്. ഈ ന്യായപ്രമാണം ഞാനും കൂടി പൊരുത്തപ്പെട്ട് പോകണം. അതിന് ആത്മീക സ്വഭാവം വന്നെങ്കിൽ മാത്രമേ എന്നിൽ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ ന്യായപ്രമാണത്തിൻ്റെതായ നിയമങ്ങൾ ആയിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോ ഇത് ലീഡ്സ് ടു നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മെ നയിക്കുവാനായിട്ട്. ന്യായപ്രമാണത്തിന്റെ ശക്തി, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, ദ ഇൻഎബിലിറ്റി ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിന്റെ പരിമിതിയെ ഓർ കഴിവ്, ലിമിറ്റേഷൻസിന്റെ അടുക്കിലേക്ക് നമ്മെ നയിക്കുവാൻ. എന്തൊക്കെയാണ് ആ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് നോക്കണമെങ്കിൽ 7-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ന്യായപ്രമാണത്തിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. 7-ാം അധ്യായം അതിന്റെ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ന്യായപ്രമാണത്തിന്റെ ലിമിറ്റേഷൻസ്. അത് നമുക്ക് നാളെ നോക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ലോ കനോട്ട് ചേഞ്ച് യു, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദ ലോ കനോട്ട് എനേബിൾ യു ടു ഡു ഗുഡ്, ഈ ന്യായപ്രമാണം കൊണ്ട് നമ്മളെ നല്ല ഒരു വ്യക്തിത്വമാക്കുവാനായിട്ട് കഴിയത്തില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ മനുഷ്യനിൽ എപ്പോഴും വസിക്കുന്നത് ജഡീകതയും പാപവും ആത്മീയതയുമാണ്.
ആ ഒരു വിഷയത്തിലാണ് നമുക്ക് ക്ലാരിറ്റി ലഭിക്കുവാനായിട്ടുള്ളത്. അത് നാളെ ഈ സമയം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കേൾപ്പാനായിട്ട് കഴിയും. ഇപ്പൊ ഇതുവരെ നാം ന്യായപ്രമാണത്തിന്റെ ശക്തിയെക്കുറിച്ചും ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ചുമാണ് പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. എനിക്കറിയാം ഇത് 25 വാക്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അവലോകനം ചെയ്യുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, ന്യായപ്രമാണത്തിന്റെ ശക്തി, ന്യായപ്രമാണത്തിന്റെ പരിമിതി, ഈ പരിമിതിയും കൂടി കഴിയുമ്പോഴേ ആ ഒരു കറക്റ്റ് പിക്ചർ, 7-ാം അധ്യായത്തെക്കുറിച്ചുള്ള കറക്റ്റ് പിക്ചർ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നാളത്തെ ക്ലാസ് നിങ്ങൾ മുടക്കം കൂടാതെ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.